നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കക്കയിറച്ചി കൊണ്ട് തയ്യാറാക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണയായി കക്കയിറച്ചി ഫ്രൈയോ റോസ്റ്റോ ഒക്കെ തയ്യാറാക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ കക്കയിറച്ചി ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ചാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഇടത്തരം വലിപ്പമുള്ള കക്കയിറച്ചിയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കണം. കക്കയിറച്ചിയുടെ സൈഡിൽ പതുക്കെ ഒന്ന് അമർത്തിയാൽ അതിൻ്റെ അഴുക്ക് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ അത് എടുത്ത് മാറ്റുക. ഇങ്ങനെ എല്ലാ കക്കയിറച്ചിയും വൃത്തിയാക്കിയെടുക്കാം. കക്കയിറച്ചിയെല്ലാം അഴുക്കെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ടി ഏകദേശം 1/2 കിലോ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം കക്കയിറച്ചി വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് കുക്കറിന് പകരം ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കർ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കല്ലുപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ആദ്യം തേങ്ങ വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, 6-7 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി തേങ്ങ ചെറുതായി നിറം മാറി വരുമ്പോൾ 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി ചെറുതായി ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് 1 മിനിറ്റ് നേരം നന്നായി മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കല്ലുപ്പും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ മുതൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ വറുത്തത് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇപ്പോൾ കുക്കറിനകത്തെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. കക്കയിറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും വേവായിട്ടുണ്ട്. ഇനി കക്കയിറച്ചി ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കക്കയിറച്ചിയുടെ സ്വാദ് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. ശേഷം ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ചാറിന് ആവശ്യമായത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കറി വേണ്ടത്. ഇനി ഇതൊന്ന് വറുത്തിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളക് മുറിച്ചിടാം. 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമായതും
രുചികരവുമായിട്ടുള്ള ഒരു നാടൻ കറിയായ കക്ക ഇറച്ചി ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ചത് തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാക്കി വയ്ക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്